രണ്ടാം ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹിറ്റ്ലറാണെങ്കിൽ ആളുകളോട് എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോഴത്തേക്കിന് 2014 ടൈം ട്രാവൽ വന്ന് നിൽക്കും. അങ്ങനെ പുതിയ കാല ജർമ്മനി കണ്ട് അവൻ ശരിക്കും ഞെട്ടിപ്പോവും. അവൻ്റെ ആശയങ്ങളൊക്കെ ആളുകൾ മറന്നെന്ന് പിടികിട്ടും. പിന്നീട് എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക. അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നതെന്ന് വെച്ചാൽ 2015 റിലീസ് ചെയ്ത ലുക്ക് ഹൂ ബാക്ക് എന്ന് പറയുന്ന സിനിമയാണ്. നേരെ വീഡിയോയിലേക്ക് പോകും. അങ്ങനെ ഈ സിനിമ നമ്മളെ കാണിക്കുന്നത് ഹിറ്റ്ലറാണെങ്കിൽ യുദ്ധത്തിൻ്റെ സമയത്ത് ആളുകളോട് എങ്ങനെയൊക്കെ യുദ്ധം ചെയ്യാമെന്നും അതുപോലെ തന്നെ ശത്രു രാജ്യത്തുള്ള ഇൻഫ്രാസ്ട്രക്ചറും ആളുകളെയൊക്കെ എങ്ങനെ കൊല്ലാമെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നീട് ഹിറ്റ്ലറാണെങ്കിൽ കണ്ണ് തുറക്കുമ്പോഴത്തേക്കിനും ഒരു കാടിൻ്റെ അകത്ത് കിടക്കുമായിരുന്നു. ഹിറ്റ്ലറാണെങ്കിൽ പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കിനും 3 കുട്ടികൾ അങ്ങോട്ടേക്ക് വരും. അവനാണെങ്കിൽ പതിയെ അവരോട് സ്ട്രീറ്റിലേക്കുള്ള വഴി ചോദിക്കും. ഇതേ സമയത്ത് തൊട്ടടുത്ത് ന്യൂസ് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഫാബിൻ എന്ന് പറഞ്ഞ റിപ്പോർട്ടർ നിൽപ്പുണ്ടായിരുന്നു. ആ ക്യാമറയിലാണെങ്കിൽ ചെറുതായിട്ട് ഹിറ്റ്ലറിനെ പതിയും. പക്ഷേ ആ കുട്ടികൾ കാണിച്ചെന്ന വഴിയിലേക്ക് ഹിറ്റ്ലർ പതിയെ നടക്കാൻ വേണ്ടി തുടങ്ങും. ഹിറ്റ്ലർ ഇവിടുന്ന് പതിയെ റോഡിലേക്ക് പോകുമ്പോഴത്തേക്കിനുമാണ് മോണോ വീലിലുള്ള വണ്ടികളൊക്കെ കണ്ട് അവൻ ഞെട്ടുന്നത്. പതിയെ അവൻ മെയിൻ സിറ്റിയിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനും ആളുകളാണെങ്കിൽ ഇവൻ്റെ ഫോട്ടോ എടുക്കാൻ ഇവൻ്റെ പുറകെ നടക്കാനും തുടങ്ങും. ഇവനാണെങ്കിൽ ഇതൊക്കെ കണ്ട് ഇങ്ങനെ അത്ഭുതത്തോടെ നിൽക്കും. പതിയെ ഇവനാണെങ്കിൽ മോഡേൺ ആയിട്ടുള്ള കാറൊക്കെ കണ്ട് പതിയെ അതിലേക്ക് തൊടാൻ വേണ്ടി വരും. ഹിറ്റ്ലറിനാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഹിറ്റ്ലർ പതിയെ നടന്ന ഓരോ കാര്യങ്ങൾ കളക്ട് ചെയ്യാൻ തീരുമാനിക്കും. ആദ്യം തന്നെ അവിടെ നിൽക്കുന്ന ഒരാളോട് ചാൻസലറിയുടെ ലൊക്കേഷൻ ചോദിക്കും. പക്ഷേ അവനാണെങ്കിൽ ഹിറ്റ്ലറിനോട് ഒരു സെൽഫി എടുത്തോട്ടെ ചോദിച്ച് അവൻ്റെ വിഷയം മാറ്റിക്കൊണ്ടിരിക്കും. അങ്ങനെ ഡിസ്റ്റർബായ ഹിറ്റ്ലർ ആണെങ്കിൽ വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് നടക്കാൻ വേണ്ടി തുടങ്ങും. അന്നേരമാണ് അവിടെയായിട്ടൊരു പെണ്ണാണെങ്കിൽ ജർമ്മൻ പറയുന്നത് കേട്ടിട്ട് ഹിറ്റ്ലർ പതിയെ അവളുടെ അടുത്തേക്ക് വരുന്നത്. അവളുടെ അടുത്ത് സ്ഥലം ചോദിക്കാൻ പറ്റുമെങ്കിലും അവളാണെങ്കിൽ പെട്ടെന്ന് പേടിച്ചിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന സ്പ്രേ ഉപയോഗിച്ച് ഹിറ്റ്ലറുടെ കണ്ണിലേക്ക് അടിക്കും. ഹിറ്റ്ലറിനാണെങ്കിൽ വേദന കാരണം അവിടുന്ന് കണ്ണൊക്കെ ചോമ്പിച്ച് ഉള്ള വിഷനും കൊണ്ട് പതിയെ നടന്ന് അവിടുന്ന് ഒരു പത്രം എടുക്കും. അങ്ങനെ ആ പത്രത്തിൽ നോക്കുമ്പോഴത്തേക്കിനും ഡേറ്റ് ആണെങ്കിൽ 2014 കണ്ട് അവൻ ഞെട്ടിയിരിക്കും. ഇതേ സമയത്ത് മറ്റൊരു ന്യൂസ് ചാനലാണെങ്കിൽ കാർണർ എന്ന് പറഞ്ഞ ആ ന്യൂസ് ചാനലിൻ്റെ ഓർഡർ ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ഡെപ്യൂട്ടി ഹെഡിനെ ആണെങ്കിൽ അവൻ ചെയ്ത വർക്കിനെ പ്രശംസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ വർക്കിനെയൊക്കെ പൊഴുത്തെങ്കിൽ പോലും മാനേജിങ് ഡയറക്ടറായിട്ട് തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ മറ്റൊരു പെണ്ണായിട്ടുള്ള കാറ്റ്ജേനയായിരുന്നു. ഇത് കണ്ട് ക്രിസ്റ്റഫ് ആണെങ്കിൽ ഷോക്കായിട്ടിരിക്കും. ക്രിസ്റ്റഫ് ആണെങ്കിൽ ഈ ദേഷ്യം പുള്ളി തീർക്കുന്നത് അവൻ്റെ കീഴിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന തുടക്കത്തിൽ കാണിക്കുന്ന റിപ്പോർട്ടറായിട്ടുള്ള ഹാബിൻ്റെ നേർക്കായിരുന്നു. അവൻ കൊണ്ടുവന്ന വർക്കൊന്നും കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് അവനെടുത്ത് വെളിയിലേക്ക് എറിയും. പിന്നീട് നമ്മൾ ഹിറ്റ്ലറിനെ കാണിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഷോപ്പ് ചെയ്യുമായിരുന്നു. അവിടെയുള്ള ആളോട് ഡേറ്റ് ചോദിക്കുമ്പോഴത്തേക്കിനും അവന് 2014 എന്ന് പറയും. പക്ഷേ ഹിറ്റ്ലർ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവനെയാണെങ്കിൽ ശത്രുരാജ്യക്കാർ തട്ടിക്കൊണ്ട് പോയിട്ട് ഇതെല്ലാം അവനെ കൊണ്ട് ഇങ്ങനെ ചിന്തിപ്പിക്കുന്നതാണെന്ന്. അങ്ങനെ അവനാണെങ്കിൽ വീണ്ടും പുള്ളിയോട് എന്തെങ്കിലും തെളിവുണ്ട് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളിയാണെങ്കിൽ ഒരു ചോക്ലേറ്റ് എടുത്ത് കാണിക്കും. അവനാണെങ്കിൽ ആ ചോക്ലേറ്റ് ആണെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. അങ്ങനെ അവന് തോന്നി തുടങ്ങും എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ടെന്നൊക്കെ. ഇതേസമയം കടക്കാരനാണെങ്കിൽ ഇവനെ എന്തോ സിനിമാക്കാരനാണെന്ന് ഓർത്തിരിക്കുമായിരുന്നു. ഇവരോട് ചോദിക്കും നിങ്ങളിവിടെ ഷൂട്ടിങ് ചെയ്തത് ഹിറ്റ്ലറിനെ പോലെ ഇരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. ഇവൻ പറയും ഇവൻ തന്നെയാണ് ഹിറ്റ്ലറിന്. പക്ഷേ പുള്ളിയാണെങ്കിൽ ഇതൊന്നും മൈൻഡാക്കാതെ പോകും. അങ്ങനെ ഇവരാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ന്യൂസ് പേപ്പർ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ടർക്കിഷ് ന്യൂസ് പേപ്പർ കാണും. ഇവനോട് തന്നെ പുള്ളിയോട് ഇതന്നെ ഇവിടെ ടർക്കിഷ് ന്യൂസ് പേപ്പറിനെ ചോദിക്കുമ്പോഴത്തേക്കിനും പുള്ളി പറയും ഇവിടെ ഒരുപാട് ടർക്കിഷ് ആളുകൾ വരുന്നുണ്ട്, അതാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്നത്. ഇവൻ ഞെട്ടിപ്പോവും ബെർലിനിൽ എങ്ങനെ ടർക്കിഷ് ആളുകൾ കയറിയെന്നൊക്കെ. പിന്നീട് ഹിറ്റ്ലറാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പത്രവും ബുക്കുകളും ഒക്കെ എടുത്ത് നോക്കിയിട്ട് എന്തൊക്കെയാണ് നടന്നത് മനസ്സിലാക്കും. അങ്ങനെ ഹിറ്റ്ലറിന് പിടികിട്ടും അന്നാണെങ്കിൽ ജർമ്മനി യുദ്ധത്തിൽ ജയിച്ചില്ലായിരുന്നെന്ന്. അതുപോലെ തന്നെ രണ്ടാമത് വന്ന ജർമ്മനിയിലെ മിനിസ്റ്ററൊക്കെ കൂടി ജർമ്മനിയാണെങ്കിൽ ഒരുമാതിരി ഫ്രീ ആയിട്ടുള്ള കൺട്രിയൊക്കെ മാറ്റിയെന്നും മുഴുവൻ കുളവാക്കിയെന്നുള്ള കേസ്. ഇതേ സമയം ഫാബിയനാണെങ്കിൽ വീട്ടിൽ ജോലിയൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് അവൻ്റെ അമ്മയാണെങ്കിൽ പതിയെ ജോലിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ആശ്വസിക്കാൻ വന്നിട്ട് ഇവൻ ചെയ്ത വീഡിയോ പോസ് ചെയ്ത് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഹിറ്റ്ലറിനെ കാണുന്നത്. ഇതേ സമയം ഹിറ്റ്ലറാണെങ്കിൽ കടക്കാരനോട് സംസാരിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരമാണ് കടക്കാരൻ പറയുന്നത് പോയി ഇവൻ്റെ ഷർട്ടെല്ലാം കഴുകിക്കൊണ്ട് പോകാൻ ഭയങ്കര സ്മെല്ലുണ്ടെന്ന്. അങ്ങനെ ഹിറ്റ്ലറാണെങ്കിൽ ഷർട്ട് കഴിയുന്ന സ്ഥലത്തേക്ക് ചെല്ലും. അവിടെ ചെന്ന് അതെല്ലാം കഴുകാനിട്ടിട്ട് ആ ടൈപ്പ് യൂണിഫോം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ അവിടെ നിൽക്കുന്ന പെണ്ണിനാണ് ഇവൻ എന്നെ പറയുന്നത് പിടികിട്ടുന്നില്ലായിരുന്നു. അവിടുത്തെ പെണ്ണ് പറയും ഇങ്ങനെ നടന്നാലും ഒരു കുഴപ്പമില്ല ഇപ്പോൾ ജർമ്മനിയിലെന്ന്. അങ്ങനെ ഇവന് പിടികിട്ടും ജർമ്മനി മുഴുവൻ മാറിയെന്ന്. അത് കഴിഞ്ഞ് ഹിറ്റ്ലറാണെങ്കിൽ ജീൻസും പാൻറ്റും ഇട്ട് ആ തൊപ്പിയും വെച്ച് വഴി കൂടെ നടക്കാൻ വേണ്ടി തുടങ്ങും. തിരിച്ചവൻ കടയിൽ വരുമ്പോഴത്തേക്കിനും അവിടെ ഫാബിയൻ നിൽപ്പുണ്ടായിരുന്നു. ഫാബിയനാണെങ്കിൽ ഹിറ്റ്ലറിനെ കണ്ടിട്ട് അത്ഭുതപ്പെടും. എൻ്റെ ഹിറ്റ്ലറിനോട് ചോദിക്കും ഇതുവഴി മാർച്ച് ചെയ്ത് കാണിക്കാമോ, ഇവനാണെങ്കിൽ വീഡിയോ പിടിക്കാമെന്ന് പറയും. അങ്ങനെ ഹിറ്റ്ലർ സമ്മതിക്കും. ഇവനാണെങ്കിൽ ഇവൻ്റെ ടൂൾസ് എല്ലാം എടുത്തുകൊണ്ട് വന്ന് പതിയെ ഹിറ്റ്ലറിൻ്റെ കൂടെ തന്നെ കൂടാൻ വേണ്ടി തുടങ്ങും. പിന്നീട് ഇവർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിലേക്ക് പോകും. അവിടെ ചെന്നതിന് ഹിറ്റ്ലറാണെങ്കിൽ ടെലിവിഷനൊക്കെ കണ്ട് അത്ഭുതപ്പെടും. അത് കഴിഞ്ഞാണ് ഹിറ്റ്ലർ അവൻ്റെ പഴയ പ്രസംഗങ്ങളൊക്കെ പറയുന്നത്. ഇവനാണെങ്കിൽ അതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ നിന്ന്. പിറ്റേ ദിവസം തൊട്ട് രണ്ടുപേരും കൂടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ സിറ്റിയിലുള്ള ഓരോ ആളുകളേക്ക് പൊളിറ്റിക്കൽ വ്യൂസിനെ പറ്റി ചോദിച്ച് നടക്കാൻ വേണ്ടി തുടങ്ങും. ഹിറ്റ്ലറിനാണെങ്കിൽ അത്ഭുതമായിരുന്നു. ആളുകളുടെ പൊളിറ്റിക്കൽ വ്യൂ എല്ലാം മാറിപ്പോയായിരുന്നു. പക്ഷേ കുറേ സംസാരിച്ച് കഴിയുമ്പോൾ ഹിറ്റ്ലറിനെ പിടികിട്ടുന്നത് ഇപ്പോൾ കൺട്രി നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇമിഗ്രൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. ഹിറ്റ്ലറിൻ്റെ ഏറെക്കുറെ ആശയങ്ങൾ അത് തന്നെയായിരുന്നു. ഹിറ്റ്ലർ പറയും ഒരിക്കലും റേസസ് മിക്സ് ചെയ്യുന്നത് വർക്ക് ചെയ്യത്തില്ലെന്ന്. പിന്നീട് അവരാണെങ്കിൽ പോകുന്ന വഴിക്ക് വെച്ചാണ് ഇടയ്ക്ക് നിർത്തുമ്പോഴത്തേക്കിനും അവനൊരു പട്ടിയെ കളിപ്പിക്കാൻ പോകുന്നതും. പട്ടിയാണെങ്കിൽ ഹിറ്റ്ലറിനെ കയറി കഴിക്കുമ്പോഴത്തേക്കും ഹിറ്റ്ലർ അതിന് വെടി വെച്ചെടുത്തും. പെട്ടെന്ന് തന്നെ അവരാണെങ്കിൽ അവിടെ നിന്ന് എസ്കേപ്പ് ആവും. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണെങ്കിൽ ഫേബിൻ്റെ കയ്യിലെ കാശൊക്കെ തീർന്നായിരുന്നു. അങ്ങനെയാണ് ഫാബിയൻ ഒരു ഐഡിയ തോന്നുന്നത്. ഹിറ്റ്ലറിനാണെങ്കിൽ പടം വരയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് അറിയായിരുന്നു.
വഴിയെ പോകുന്നവരുടെ പടമെല്ലാം ഹിറ്റ്ലറിനെ കൊണ്ട് വരപ്പിക്കും. അങ്ങനെ ഓരോരുത്തരും ആ പടമൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് പൈസ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇവർ കുറേ പൈസ ഉണ്ടാക്കും. പിന്നീട് ഇവർ വീണ്ടും ട്രിപ്പ് തുടർന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. പിന്നീട് ഫേബിയനാണെങ്കിൽ അവൻ്റെ മാനേജറായിട്ടുള്ള ക്രിസ്റ്റോഫിൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഹിറ്റ്ലറിൻ്റെ വീഡിയോ കാണിച്ചു കൊടുക്കും. അവൻ ഷൂട്ട് ചെയ്ത ജോലി തിരിച്ചു തരാവോ, ഇഷ്ടംപോലെ വ്യൂസ് അടക്കം ഉണ്ടെന്ന് പറഞ്ഞ് ക്രിസ്റ്റോഫ് ആണെങ്കിൽ വീഡിയോ കണ്ട് ഇംപ്രസ് ആയിട്ട് ഹിറ്റ്ലറിൻ്റെ കോൺടാക്ട് നമ്പർ അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പറയും. അങ്ങനെ ഹിറ്റ്ലർ അവിടെ വരുമ്പോഴത്തേക്കിനും അവനും ക്രിസ്റ്റോഫും തമ്മിൽ ചേരത്തില്ലായിരുന്നു. രണ്ടുപേരെ സംസാരം ശരിയല്ലാതെ വരുമ്പോഴത്തേക്കും ക്രിസ്റ്റോഫ് ആണെങ്കിൽ അവനെ ഇറക്കി വിടാൻ പറയും. ഇതേ സമയത്ത് ഹിറ്റ്ലർ ആണെങ്കിൽ നേരെ ഡയറക്ടർ ഓഫീസിലേക്ക് കയറും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഡയറക്ടറായിട്ടുള്ള ബെലിനിയോട് ജർമ്മനിയെ രക്ഷിക്കാനുള്ള കുറേ ഐഡിയ ഒക്കെ പറയും. അവൾക്കാണെങ്കിൽ ഐഡിയ എല്ലാം കണ്ട് ഇംപ്രസ് ആയിട്ട് ഒരു പ്ലാൻ ഇടും. ഇതേ സമയത്ത് ഫാബിയനാണെങ്കിൽ ക്രിസ്റ്റോഫിനോട് അവൻ്റെ പഴയ ജോലി തിരിച്ചതാ ഇല്ല ഹിറ്റ്ലറിനെ കൊണ്ട് പോകുമെന്ന് പറയും. അങ്ങനെ മറ്റു വഴിയില്ലാതെ ക്രിസ്റ്റോഫ് ആണെങ്കിൽ ഇവനെ അവിടെ ചായ അടിക്കുന്ന ജോലിക്ക് നിർത്തും. എന്നിട്ട് പറയും ഇവനാണെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുവാണെങ്കിൽ പ്രൊമോഷൻ ചെയ്ത് പഴയപോലാക്കാമെന്ന്. അതേസമയത്ത് ഹിറ്റ്ലറിനാണെങ്കിൽ അവിടെ ഒരു ചെയറൊക്കെ കൊടുത്തിട്ട് അവനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെണ്ണിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹിറ്റ്ലറിന് വേണ്ടി ഇമെയിൽ തുടങ്ങാൻ നോക്കുമ്പോഴത്തേക്കിനും ആ ഇമെയിലാണ് ഓൾറെഡി എടുത്തിട്ടുണ്ടെന്ന് പറയും. ഇവനാണെങ്കിൽ അതൊക്കെ കേട്ട് ഫ്രസ്ട്രേഷൻ അടിക്കുമായിരുന്നു. എന്നിട്ട് പകരം മറ്റൊരു പേരിൽ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി കൊടുക്കും. പിന്നീട് ക്രിസ്റ്റോഫ് ആണെങ്കിൽ ഹിറ്റ്ലറിനെ വെച്ച് ഒരു കോമഡി ഷോ നടത്താൻ വേണ്ടി തീരുമാനിക്കും. അവൻ്റെ മെയിൻ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ ആ കോമഡി ഷോയിലേക്ക് റേസിസം കൊണ്ടുവന്ന ശേഷം ആളുകളുടെയൊക്കെ എതിർഭിപ്രായം ഉണ്ടാക്കിയിട്ട് മെലിനീനെ ആ ഡയറക്ടർ പോസ്റ്റ് ചെയ്യുന്നത് തെറിപ്പിച്ചിട്ട് ഇവൻ ആ ഡയറക്ടർ പോസ്റ്റിലേക്ക് കയറണമെന്നായിരുന്നു. അങ്ങനെ ഷോ തുടങ്ങും. ലൈവ് ഷോ ആയിരുന്നു. ആളുകളെല്ലാം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഹിറ്റ്ലർ വരുമ്പോഴത്തേക്കിനും ആണെങ്കിൽ ആളുകളെല്ലാം സൈലൻ്റ് ആകും. അവിടെ നിന്നാണെങ്കിൽ അവരുടെ ഒരു സ്ക്രിപ്റ്റ് പോയി കാണിക്കും, അതുപോലെ പറയാൻ പറഞ്ഞു. എന്നാൽ ഹിറ്റ്ലർ ആണെങ്കിൽ മുഴുവൻ മാറ്റി പറയും. അവനാണെങ്കിൽ അവൻ്റെ ഐഡിയ രാജ്യത്തെ പറ്റിയുള്ളത് പറയും. രാജ്യത്തെ അൺഎംപ്ലോയ്മെൻറ്റും ഒരുപാട് കാര്യങ്ങൾ മാറ്റണമെങ്കിൽ ആദ്യം ചാനലുകൾ നന്നാകണമെന്നും ചാനലുകളാണെങ്കിൽ രാജ്യത്തെ പ്രശ്നങ്ങൾ കാണിച്ചാൽ മാത്രമേ രാജ്യം മുന്നേറത്തുള്ളൂ എന്നും പറയും. അങ്ങനെ അവൻ പറയുന്ന ഓരോ ഐഡിയ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് റേറ്റിങ്ങും കൂടും, അവൻ്റെ പോപ്പുലാരിറ്റി എല്ലാം കൂടും. ഇത് ഇഷ്ടപ്പെടുന്ന ഓണറാണെങ്കിൽ മെലിനിയോട് വീണ്ടും ഹിറ്റ്ലറിനെ വെച്ച് ഷോൺ ചെയ്യാൻ പറയും. മെലിനി ആണെങ്കിൽ ഇത് അതുപോലെ തന്നെ ക്രിസ്റ്റോഫിനോട് പറയും. ക്രിസ്റ്റോഫ് ആണെങ്കിൽ ഇതേ സമയത്ത് ഫ്രസ്ട്രേഷനിലായിരുന്നു. അവൻ്റെ പ്ലാനെല്ലാം ചീറ്റിപ്പോയതോർത്ത്. അന്നേരമാണ് അവൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ളൊരു പെണ്ണാണെങ്കിൽ ഹിറ്റ്ലർ പണ്ട് വെടി വെച്ച ഡോഗിൻ്റെ കോമ്പൻസേഷൻ ഒരു നോട്ടീസ് വന്നത് കാണിക്കുന്നത്. അങ്ങനെ ഇവനാണെങ്കിൽ അടുത്ത പ്ലാൻ ചെയ്യും. പിന്നീടാണെങ്കിൽ അടുത്ത ഷോ അന്ന് രാത്രി ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. ഇൻ്റർവ്യൂ ചെയ്യുന്നതാണെങ്കിൽ ഇവൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അങ്ങനെ ന്യായീകരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞും പട്ടീനെ വെടിവെച്ച് കൊല്ലുന്ന വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നത്. ഇത് കാണുന്നതോടുകൂടി ആളുകളുടെ ഉള്ളിലെല്ലാം ഇവനെപ്പറ്റി നെഗറ്റീവ് വരും. പെട്ടെന്ന് ഹിറ്റ്ലറാണെങ്കിൽ ദേഷ്യം വന്നിട്ട് പറയും ഇത് തന്നെയായിരിക്കും ഇവരോട് ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റുഡിയോ ആണെങ്കിൽ ഇടിച്ചു പൊളിച്ചിട്ട് ഇവൻ്റെ ആർമിക്ക് വേണ്ടിയുള്ള പാർക്കിലോട്ടാക്കുമെന്ന്. ഇത് കാണുന്ന ആളുകൾക്ക് ഒരു ഭയം തോന്നും. അങ്ങനെ ആ ഷോയ്ക്ക് ശേഷമാണെങ്കിൽ മെലിനീനെ ഡയറക്ടർ സ്റ്റാൻഡിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത് വിടും. അതിനുശേഷം ക്രിസ്റ്റോഫിനെ ആണെങ്കിൽ ആ പദവിയിലേക്ക് കയറ്റും. പിന്നീട് ഹിറ്റ്ലർ ആണെങ്കിൽ ഫാബിൻ്റെ കൂടെ ആ വീട്ടിൽ താമസിച്ച് പോയിക്കൊണ്ടിരിക്കും. അന്നേരമാണ് ഹിറ്റ്ലർ ആണെങ്കിൽ അവൻ്റെ രണ്ടാമത്തെ ഒരു ആത്മകഥ ബുക്കാണെങ്കിൽ അവിടെ ഇരുന്നപ്പോൾ അത് എഴുതിക്കൊണ്ടിരിക്കും. ഇതേ സമയത്ത് തന്നെ കമ്പനിയുടെ ലോസിനെ പറ്റി ക്രിസ്റ്റോഫിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ക്രിസ്റ്റോഫ് ആണെങ്കിൽ ഓരോ ഷോ നടത്തിയിട്ട് ഒന്നും സക്സസ് ആകുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ വീണ്ടും എംപ്ലോയീസിനെ കൂടുന്ന കാര്യം പറയുമ്പോഴത്തേക്കിനും ഉള്ള എംപ്ലോയീസ് ആണെങ്കിൽ ജോലി നിർത്തിയിട്ട് പോകാമെന്ന് പറയും. ഇതെല്ലാം കണ്ട് ക്രിസ്റ്റോഫ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ മറ്റൊരാൾ പറയും ഹിറ്റ്ലറിനെ തിരിച്ചു കൊണ്ടുവരാമെന്ന്. അങ്ങനെ ക്രിസ്റ്റോഫ് ആണെങ്കിൽ വീണ്ടും ഫാബിനെ കാണാൻ പോയിട്ട് അവന് ഹിറ്റ്ലറിന് വലിയൊരു എമൗണ്ട് ഓഫർ ചെയ്യും. എന്നിട്ട് പറയും ഇവൻ്റെ കൂട്ടത്തിൽ വന്നവരുടെ ഷോയുടെ റേറ്റിംഗ് കൂട്ടി തന്നാൽ എക്സ്ട്രാ പൈസ വീണ്ടും കൊടുക്കാമെന്ന്. അങ്ങനെ ഇവരാണെങ്കിൽ ആദ്യം തന്നെ ക്രിസ്റ്റോഫിൻ്റെ അസിസ്റ്റൻ്റായിട്ടുള്ള പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കിനുമാണ് ഹിറ്റ്ലറിനെ കണ്ട് അവിടുത്തെ ആ പെണ്ണിൻ്റെ വല്യമ്മയാണെങ്കിൽ പേടിച്ചിട്ട് ഹിറ്റ്ലറിനോട് ചൂടാകുന്നതും അവനാണെങ്കിൽ ഗ്യാസ് അടിപ്പിച്ച് ഒരുപാട് പേരെ കൊന്നെന്നൊക്കെ പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതും. പോകുന്ന വഴിക്ക് ഹിറ്റ്ലർ പറയുന്നത് ആ പെണ്ണൊരു ജൂതയാണെന്നും അതുകൊണ്ട് തന്നെ അവളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഫേബിനാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഈ പേടി തോന്നി തുടങ്ങും. പിന്നീട് ഇവരാണെങ്കിലും അവിടെ ആ ഷോ ഷൂട്ട് ചെയ്യുന്നിടത്തേലും എന്നിട്ട് ഇവർ ഏകദേശം ഹിറ്റ്ലർ ആ ഉണർന്ന സ്ഥലം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിറ്റ്ലറിനാണെങ്കിൽ ഒന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. ഹിറ്റ്ലർ അവിടെ കണ്ണ് തുറന്ന് രണ്ടാമത് ബോൾ വന്നത് മാത്രമേ ഓർക്കുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവരൊരു കൺഫ്യൂഷനിലിരിക്കും. രണ്ടാമതാണെങ്കിൽ ഹിറ്റ്ലർ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുമ്പോഴത്തേക്കിനുമാണ് രണ്ടാളുകൾ വന്ന് അവനെ ഇടിച്ച് ബോധം കെടുത്തുന്നത്. അവൻ പിന്നീട് കണ്ണ് തുറക്കുമ്പോഴത്തേക്കിനും പഴയ ആ ഷോയുടെ ഡയറക്ടറായിട്ടുള്ള മെലിനി തൊട്ട് ഫ്രണ്ടിലുണ്ട്. അതേസമയത്ത് ഫാബിനാണെങ്കിൽ ആ പഴയ വീഡിയോയ്ക്കകത്ത് ഓരോ ഫൂട്ടേജ് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഫേബിനാണെങ്കിൽ ആ ലൊക്കേഷനൊക്കെ നോക്കിയിട്ട് നേരിട്ട് ആ ലൊക്കേഷനിലേക്ക് പോകുമ്പോഴത്തേക്കിനാണ് അവൻ ഞെട്ടിപ്പോകുന്നത്. ആ ലൊക്കേഷനിൽ ഇരുന്നിട്ടായിരുന്നു പണ്ട് ഹിറ്റ്ലർ ഓരോരുത്തവരെ കൊന്ന ബങ്കർ ഉണ്ടായിരുന്നത്. അങ്ങനെ ഇത്രയും കാലം ഹിറ്റ്ലർ പറയുന്നത് വിശ്വസിക്കാതിരുന്ന ഇവനാണെങ്കിൽ ശരിക്കും അത് ഹിറ്റ്ലറാണെന്നുള്ള കാര്യം മനസ്സിലാവും. ഇവൻ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇവിടെ മെലിനി ഇപ്പോൾ ഉണ്ടായിരുന്നു. മെലിനിയോട് പറയും അത് ശരിക്കും ഹിറ്റ്ലറാണെന്നൊക്കെ. പക്ഷെ മെലിനി ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറൊന്നുമില്ലായിരുന്നു. കാരണം ഇവരെല്ലാം ഓർത്തോണ്ടിരുന്നത് ആരോ ഒരാൾ സാധാരണ കോസ്പ്ലേ ചെയ്യുന്ന പോലെ കോസ്പ്ലേ ചെയ്ത് അതേ ക്യാരക്ടർ പോലെ ആകാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പേപ്പിന് അവിടെ കിടത്ത് ബഹളം വയ്ക്കുമ്പോഴത്തേക്കും സെക്യൂരിറ്റീസ് പിടിക്കാൻ വന്നിട്ട് അവനാണെങ്കിൽ അവിടെ രക്ഷപ്പെടും. പിന്നീട് അവൻ നേരെ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോയിട്ട് ഹിറ്റ്ലറിനെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് സത്യം പറയാൻ വേണ്ടി പറയും. അന്നേരമാണ് ഹിറ്റ്ലർ പറയുന്നത് അവൻ തുടക്കം തൊട്ടേ പറഞ്ഞതല്ലേ ഹിറ്റ്ലറാന്ന്, വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. പക്ഷേ ഇവൻ അന്നേരം എന്തൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ ഹിറ്റ്ലറിനോട് ചോദിക്കും നിങ്ങളിപ്പോൾ രണ്ടാമത് വന്നേക്കുന്ന ആളുകളെ വീണ്ടും തമ്മിൽ തെറ്റിക്കാനൊക്കെ അല്ലേ. പക്ഷേ ഹിറ്റ്ലർ പറയും ഇവൻ ഓപ്പണായിട്ട് ഇവൻ്റെ പ്രൊപ്പഗാണ്ട പറഞ്ഞപ്പോഴത്തേക്കിനുമാണ് ആളുകൾ ഇവനെ എലക്ട് ചെയ്ത് ഒരു സമയം ജയിപ്പിച്ചതെന്ന്. പിന്നീട് ഫേബിൻ ഹിറ്റ്ലറിനെയും കൊണ്ട് ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുകളിലേക്ക് പോകും. ഫേബിനാണെങ്കിൽ ഹിറ്റ്ലറിനെ തുമ്പത്തോട്ട് നിർത്തിയ ശേഷം ഇവനൊരു രാക്ഷസനാന്നൊക്കെ പറയും. അന്നേരമാണ് ഹിറ്റ്ലർ ചോദിക്കുന്നത്
അങ്ങനെയാണെങ്കിൽ ഈ രാക്ഷസനെ ജയിപ്പിച്ചത് അന്നുണ്ടായിരുന്ന അവരുടെ ജനങ്ങളല്ലേന്ന്. ആ ജനങ്ങൾ അങ്ങനെ ജയിപ്പിക്കാൻ കാരണം ശരിക്കും അവരുടെ ഉള്ളിൽ ഇതേ ചിന്തകൾ ഉള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിക്കും. പക്ഷേ ദേഷ്യം എന്ന ഫാബിയനാണെങ്കിൽ ഹിറ്റ്ലറിനെ വെടിവെച്ചിടും. ഹിറ്റ്ലറാണെങ്കിൽ താഴോട്ട് വീഴും. പക്ഷെ വീണുകൊണ്ടിരിക്കുന്ന ഹിറ്റ്ലറാണെങ്കിൽ പറയുന്നുണ്ടായിരുന്നു ഇനിയൊരു ജർമ്മനിയും അവനെപ്പോലെ ആകാൻ കഴിയില്ലെന്ന്. അങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്കിനുമാണ് താഴോട്ട് വരുന്ന ഹിറ്റ്ലർ ഫേബിയൻ്റെ തൊട്ട് പുറകെ വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് ഫേബിയൻ കൺവേഷനായിട്ട് നിൽക്കുമ്പോഴത്തേക്കിനുമാണ് ബെലീനിയാണെങ്കിൽ അവിടെ നിന്ന് കട്ടെന്ന് പറയുന്നത്. കാരണം ഇവരൊരു സ്റ്റുഡിയോയിലായിരുന്നു നിന്നത്. എല്ലാവരും ഷൂട്ടിങ് സക്സസ് ആയതിൻ്റെ പേര് കൈയൊക്കെ അടിക്കും. അത് കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മളെ കാണിക്കുന്നത് ഫേബിയൻ്റെ മാസ്ക് വെച്ച് മറ്റൊരാളായിരുന്നു ഫേബിയൻ്റെ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളെ കാണിക്കുന്നത് യഥാർത്ഥ ഫേബിയനാണെങ്കിൽ ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നതായിട്ടായിരുന്നു. കാരണം അവനെയാണെങ്കിൽ ഇത് ഒറിജിനൽ ഹിറ്റ്ലറാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വട്ടനാന്ന് പറഞ്ഞ് പിടിച്ച് പ്രാന്താശുപത്രിയിൽ ഇട്ടേക്കുമായിരുന്നു. ഇതേസമയം യഥാർത്ഥ ഹിറ്റ്ലറും മെലിനിയും ആണെങ്കിൽ ആ ഷോ ഹിറ്റായതോടുകൂടി ഒരുപാട് ഫാൻസുമായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല ബിസി ആയിട്ടുള്ള ലൈഫായിട്ടുണ്ടായിരുന്നു. പിന്നീട് രണ്ടുപേരും കാറിൽ പോകുമ്പോഴത്തേക്കിനും ആളുകളൊക്കെ കൈപൊക്കി കാണിക്കുമ്പോഴത്തേക്കും ഹിറ്റ്ലറും കൈപൊക്കി കാണിച്ചുകൊണ്ടിരിക്കും. കാരണം അവൻ്റെ ആശയങ്ങൾ ഇനിയും ഈ കാലത്തിലാണെങ്കിലും ആ വർക്കാകുന്നുണ്ടെന്ന് അവന് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കും.